ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദി നേതാക്കളുടെ മൈക്ക് പോരാട്ടത്തിനും കൈത്തള്ളലിനും സാക്ഷിയായപ്പോൾ അതിന് സ്നേഹം എന്ന് വിളിച്ച് മധുരിപ്പിക്കുന്ന UDFന്റെ രാഷ്ട്രീയ സംസ്കാരം തുറന്നു കാട്ടപ്പെട്ടിരുന്നു. അഭിപ്രായ ഭിന്നതയും അധികാരമോഹവും പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിന് ഒരു പുതിയ പേരിട്ട് രക്ഷപ്പെടാനാണ് കോൺഗ്രസ് ശ്രമം നടത്തിയത്. മലയാള ഭാഷയ്ക്ക് ചെങ്കൊടിയും മഞ്ഞപ്പട്ടും പോലെ സുപരിചിതമായ പുതിയൊരു പദപ്രയോഗം കൂടിയാണ് കോൺഗ്രസ് സംഭാവന ചെയ്തത്. സ്നേഹത്തള്ളൽ. സംഭവം 3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. സ്നേഹം കൂടിയിട്ട് സഹിക്കാനാവാതെ വരുമ്പോൾ പരസ്പരം ഒന്ന് തള്ളുന്ന ഈ വിദ്യയ്ക്ക് പേരിട്ടത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. കുറ്റ്യാടിയിലെ പുതുയുഗ യാത്രയ്ക്കിടെയാണ് ചരിത്രപ്രധാനമായ ഈ നാമകരണം നടന്നത്. കോഴിക്കോട് MP MK രാഘവന് മൈക്ക് കിട്ടിയതും വടകരയുടെ പ്രിയപുത്രൻ ഷാഫി പറമ്പിലിന് മൈക്ക് കിട്ടാതിരുന്നതും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയിലാണ് സ്നേഹത്തള്ളലിന്റെ ഉത്ഭവം. അധ്യക്ഷൻ വിളിക്കുന്നു, നേതാവ് തടയുന്നു, ഒടുവിൽ മൈക്കിന് മുന്നിൽ സ്നേഹം കട്ട പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് സഖാക്കൾക്ക് അടപ്രഥമനും അരവണയും ഒന്നിച്ചു കിട്ടിയ സന്തോഷമാണ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അവസരം കിട്ടുമ്പോൾ ചകയാൻ വരുന്നവരാണല്ലോ UDFകാര്. ഞങ്ങളുടെ പാർട്ടിയിൽ പുകഞ്ഞ കൊള്ളി പുറത്താണ്, പക്ഷെ ഖദറിൽ അത് അകത്തോട്ടുള്ള തള്ളാണ് എന്നാണ് സതീശൻ പക്ഷം. ഈ സ്നേഹത്തള്ളൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്നാണ് ചരിത്രം പറയുന്നത്. പണ്ട് തിരുവനന്തപുരത്ത് ലീഡറെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ നടന്ന സ്നേഹപ്രകടനത്തിനിടെ ഒരു പ്രാസംഗികന്റെ ഉടുമുണ്ടഴിഞ്ഞു പോയത് പഴയ കോൺഗ്രസുകാർ മറക്കാൻ വഴിയില്ല. ചാണ്ടിയുമ്മന്റെ വിജയത്തിന് ശേഷം DCC ഓഫീസിൽ K സുധാകരനും VD സതീശനും തമ്മിൽ മൈക്കിനായി നടത്തിയ പോരാട്ടം ചാനലുകളിലെ മികച്ച റേറ്റിംഗ് ഉള്ള കോമഡി ഷോ ആയിരുന്നു. DCC ഓഫീസ് ഉദ്ഘാടനത്തിന് KC വേണുഗോപാലിനും സുധാകരനുമിടയിൽ ചാനൽ ക്യാമറയിൽ മുഖം കാണിക്കാൻ മുതിർന്ന നേതാക്കൾ നടത്തിയ തള്ളൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാസ് തള്ളായിരുന്നു. ഒരു കുടുംബത്തിലുണ്ടാകുന്ന പോലെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന സതീശന്റെ ചോദ്യത്തിന് മുന്നിൽ ചാനൽ ക്യാമറകൾക്ക് എന്ത് പ്രസക്തി എന്നാണ് കുറ്റ്യാടിക്കാർ ചോദിക്കുന്നത്. സ്നേഹത്തള്ളലിനിടെ നിഷ്കളങ്കനായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലത്ത് വീണെന്നും വീണില്ലെന്നും തർക്കമുണ്ട്. വീണോ എന്ന് ചോദിച്ചാൽ മുല്ലപ്പള്ളിക്കും വലിയ നിശ്ചയമൊന്നുമില്ല. ആകെ ബഹളമായിരുന്നു. പക്ഷെ ഒടുവിൽ ഞാൻ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. വീണാലും ഇല്ലെങ്കിലും അത് സ്നേഹകൂടുതൽ കൊണ്ടാണെന്നാണ് നേതാക്കൾ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുകയും ചെയ്തു. താഴ്ന്ന നിലത്തെ നീരോടി എന്ന് പറയുന്നത് പോലെ സ്നേഹമുള്ളിടത്തെ ഈ നുള്ളലും മാന്തലും ഉണ്ടാവും. അഹിംസാവാദികളായതുകൊണ്ട് പരസ്പരം തള്ളിയാലും പിറ്റേന്ന് കൈകോർക്കാൻ ഇവർക്ക് മടിയില്ല. ഇവരെ വെച്ച് സിനിമയെടുത്താൽ എന്തായാലും ഇവർ അഭിനയിച്ച് തകർക്കും. ഇവർക്കാണല്ലോ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത് എന്നൊരു കുറ്റബോധം പൊതുജനത്തിനുണ്ട്. മണ്ടനും പൊട്ടനുമെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടുന്നതിലും അവരെ തെറ്റു പറയാൻ പറ്റില്ല.